സംസ്ഥാനത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ് കിഫ്ബിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് നമുക്ക് ഒട്ടേറെ മേഖലകളിൽ ഇത്രയധികം പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. നിരവധി ഡെവലപ്മെൻറ്റ് പ്രവൃത്തികൾ, ഒരുപാട് പുതിയ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിച്ചത് കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണെന്ന് ആരും സമ്മതിക്കുന്നതാണ്. അതിലൊരു സംശയം ആർക്കും ഉണ്ടാവില്ല. കാരണം പ്രതിപക്ഷം പോലും അംഗീകരിക്കുന്നത്, കൗൺസിലിൽ പലപ്പോഴും നിയമസഭയിൽ പലപ്പോഴും എതിർക്കുമെങ്കിലും അവരും സ്വകാര്യ സംഭാഷണത്തിൽ മുഴുവൻ അംഗീകരിക്കുന്ന ഒന്നാണ് ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഞാൻ വന്നതിന് ശേഷം തന്നെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഫണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളുടെ ഒരു ഡെവലപ്മെൻറ്റിലാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിൻ്റെ സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഏകദേശം 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിലൊന്നാണത്. 5.5 കോടി രൂപയാണ് അതിനുവേണ്ടി മാത്രം അനുവദിച്ചിട്ടുള്ളത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വിഹിതമായിട്ട് നമുക്കൊരു കാരണവശാലും ഇത്രയും വലിയ പൈസ ഒന്നും നമുക്കൊരിക്കലും കിട്ടില്ല. കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂള് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ പഴയ കാലത്ത് കണ്ട ആളുകൾക്ക് അറിയുള്ളൂ അത് എങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഒരു സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റാത്ത വികസനം അവിടെ നടന്നിട്ടില്ല. 3 കോടി രൂപ അവിടെ ചിലവഴിച്ചിട്ടുള്ളത്. NGO ക്വാർട്ടേഴ്സ് സ്കൂളിൽ ഒരുപാട് പണം ചിലവഴിച്ച് അതിന് പുറമെ ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ കിഫ്ബിയുടെ ഒരു ടീം തന്നെ ഇപ്പോൾ ഇവിടെ വരാൻ വേണ്ടി പോകുന്നുണ്ട് 8-ാം തീയതി. അതിൽ ഏകദേശം 5 കോടി രൂപയാണ് ഇപ്പോൾ അതിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈസ്റ്റിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കാരപ്പറമ്പ് GLP സ്കൂളിൽ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നടക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചത് ഇപ്പം നിലവിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ പുറമെ ഒരുപാട് പണം ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു മോഡലായിട്ടുള്ള സ്കൂളായിട്ട് അതിനെ മാറ്റാൻ സാധിച്ചു. ഇതൊക്കെ ഈ കിഫ്ബിയുടെ ധനസഹായം കൊണ്ട് മാത്രം ലഭിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബീച്ച് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്, പഴയകാലത്ത് മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടുള്ള ബീച്ച് ഹോസ്പിറ്റലാണ്. ഏകദേശം 2000-ലധികം OPയിൽ രോഗികൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണത്. ഒരുപക്ഷെ മെഡിക്കൽ കോളേജിന് ഇത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന മറ്റൊരു ഹോസ്പിറ്റൽ ഉണ്ടാവുമോ എന്ന് ജില്ലാ ആശുപത്രിയും കൂടിയാണത്. ശരിക്കും അവിടെ മാത്രം അതിനൊരു മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചുകൊണ്ട് 93 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണത്.
റോഡുകളുടെ വികസനത്തിലും ശരി, ഈ കാരന്തൂർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള, കാരണം ഏറ്റവും കൂടുതൽ നല്ല ഹെവി ട്രാഫിക്കുള്ള ഒരുപാട് ബസ് ഓടുന്ന ഒരു സ്ഥലമാണ്, റോഡാണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആവശ്യമായ പണം അനുവദിച്ചിട്ടുണ്ട്. പുതിയങ്ങാടി മുതൽ മാളിക്കടവ് വരെ അവിടുന്ന് കൃഷ്ണൻ നായർ റോഡോ, അങ്ങനെ 2 റോഡുകൾക്കായിട്ട് 155 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ അക്വിസിഷൻ നടപടികൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി വരികയാണ്. 19-1 നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. അതും കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ പൈസ കൊടുക്കാനുള്ള നടപടിയാവും. അതേമാതിരി തന്നെയാണ് ബാലുശ്ശേരി റോഡ്, കാരപ്പറമ്പ് മുതൽ ബാലുശ്ശേരി വരെയുള്ള. കാരണം നമുക്കറിയാം, ഇന്നത്തെ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുരുക്കാണ് ഈ കാരപ്പറമ്പ് ഭാഗത്ത് അനുഭവപ്പെടുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 166 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ ശരിക്കും പറഞ്ഞാൽ എത്രയൊക്കെ പ്രശംസിച്ചാലും അതിലിങ്ങനെ ഒരു വഴി കണ്ടെത്താൻ സാധിച്ചാൽ, ഇതല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേരളം ഇത്രയും വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ച ഒരുപാട് മേഖലകൾ ഒരുപക്ഷെ നമുക്കൊരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരങ്ങളിൽ നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളതിൽ ഒരു പ്രധാന കാരണം ഈ കിഫ്ബിയിലൂടെ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട്, കാരണം കിഫ്ബി ആകുമ്പോൾ പൈസ കിട്ടും എന്നുള്ളൊരു തോന്നലും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കിഫ്ബിയുടെ വർക്കുകൾ എടുക്കാൻ എല്ലാവരും തയ്യാറാണ്. കാരണം ഈ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ സാധിച്ചത് കിഫ്ബിയുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് ആരും സമ്മതിക്കും. തീരെ അറിവില്ലാത്ത ആളുകൾക്ക് ഒരു പക്ഷേ എന്താണ് കിഫ്ബി എന്ന് അറിഞ്ഞുകൂടാത്തതിനെ കൊണ്ട് ചിലപ്പോൾ പറഞ്ഞുകൂടായില്ല. അങ്ങേയറ്റത്തെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മളെ NGO കോട്ടേഴ്സ് സ്കൂളിൻ്റെ അതിനൊരു പരിശോധനയ്ക്ക് 8-ാം തീയതി ഇപ്പോൾ കിഫ്ബിയുടെ ഒരു ടീം ഇവിടെ വരുന്നുണ്ട്. അവിടെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിന് മാത്രം ഒരു വോളിബോൾ കോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 5 കോടി രൂപയിലധികം ഇനി വേണം. ഇപ്പോൾ ഈ അടുത്ത ദിവസം അവിടെ മീറ്റിംഗ് കൂടിന് കിഫ്ബിയുടെ CEO, ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള KM അബ്രഹാം. കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രവർത്തനങ്ങൾ അങ്ങേയറ്റത്തെ ശ്ലാഘനീയമായിട്ടുള്ള, കാരണം ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തിനോടുള്ളൊരു സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. സമ്മതിക്കന്നെ വേണം അതിനൊക്കെ. ഇങ്ങനെയുള്ള ഒട്ടേറെ ഇവിടെ ഇതിൽ ഏറ്റവും വലിയൊരു പദ്ധതി വരാൻ പോകുന്നത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ, എൻ്റെ മണ്ഡലം മാത്രമല്ല, കനോലി കനാലിൻ്റെ വീതി കൂട്ടി ആഴം കൂട്ടി അത് ഗതാഗത സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ജലപാത ഒരുക്കുകയാണത്. അതിനു വേണ്ടിയിട്ട് 1118 കോടി രൂപയാണ് കിഫ്ബി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതൊന്നും അത്രയും വലിയ പൈസ ഒന്നും സ്വാഭാവികമായിട്ട് ഒരു ബഡ്ജറ്റിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഒന്നും ഒരിക്കലും സ്വാഭാവികമായിട്ട് തരാൻ വേണ്ടി കഴിയില്ല. അത്രയും വലിയൊരു അതിൻ്റെ പ്രവൃത്തി ഇപ്പം ഏതായാലും ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ അത് സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചതിന് ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് ക്വില്ലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ കൊടുക്കും. അത് കൊടുത്താൽ ഉടനടി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് അത് വീതി കൂട്ടി. ഇപ്പോൾ നമുക്കറിയാം, പഴയ കാലത്തുള്ള ഏറ്റവും വലിയൊരു കണക്ടിവിറ്റിയാണത്. നമ്മൾ ഈ കോഴിക്കോട് മേഖലയിൽ നിന്ന് വടക്കുന്ന് വരുന്ന ഒരു കനാൽ അവിടെ പല ഭാഗത്തും വീതി കൂട്ടി കഴിഞ്ഞു ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോഴിക്കോട് മാത്രം കനാൽ സിറ്റി എന്നുള്ളൊരു പ്രോജക്റ്റ് കൂടിയാണത്. കാരണം ഇവിടെയുള്ള വെള്ളക്കെട്ടുകൾ മുഴുവൻ ഒഴിവാക്കാൻ, അതേപോലെ നഗരവികസനത്തിൽ ഏറ്റവും വലിയൊരു പങ്കാളിത്തം വഹിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റായിട്ടാണ് അതിനെ കാണുന്നത്. അതിപ്പോൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ സൂചിപ്പിക്കുക കൂടിയുണ്ടായി. ഇങ്ങനെ എവിടെ നോക്കിയാലും ശരി, ഈ ഗവൺമെൻറ് ഇപ്പോൾ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ സ്കൂളുകൾക്ക് മൊത്തം, നമ്മളിവിടെ മാത്രമല്ല സംസ്ഥാനത്തെ മൊത്തം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രതിപക്ഷ MLA മാർ കൂടി എപ്പോഴും പറയുന്നത്, ഞങ്ങൾ കിഫ്ബിയെ എതിർക്കുന്നുണ്ടെങ്കിലും പക്ഷേ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രവൃത്തികളൊന്നും ഒരിക്കലും എല്ലാ മണ്ഡലത്തിലെ സ്കൂളുകളും ശരിക്കും നമുക്ക് ഒരു സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റാത്ത നിലയിലുള്ള വികസനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒട്ടേറെ പാലങ്ങൾ വന്നു, ഒട്ടേറെ റോഡുകൾ വന്നു, അങ്ങേയറ്റത്തെ മാത്രം മലയോര ഹൈവേ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തുരങ്കപാത നമുക്ക് ഒരുപാട് കാലമായിട്ടുള്ളൊരു ആവശ്യം വരുന്നത്. ഇത്രയും വലിയ പൈസയൊന്നും മറ്റൊരു മേഖലയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് കഴിയില്ല. അതൊക്കെയാണ് കിഫ്ബി കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള മൊത്തത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം. ഗവൺമെൻറ്റാണല്ലോ ഇതൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കിഫ്ബിയൊക്കെ രൂപം കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ്റാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിൽ നിരവധി ആശുപത്രികൾ,
കാരണം ഏറ്റവും മാതൃകാപരമായ മെഡിക്കൽ കോളേജിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി തന്നെ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ശരി നമുക്കത് പ്രത്യേകം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും ഈ സംവിധാനം തകർക്കാതെ ഇപ്പോൾ അതിൻ്റെ നമുക്കറിയാം, ഇപ്പം കേന്ദ്രം അതിനെ കൂടി കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിനെയും കൂടെ നശിപ്പിക്കാനുള്ളൊരു നടപടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും നമുക്കത് അങ്ങനെ നമ്മളെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ വികസനമാണ് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യവും അതാണ്. കാരണം ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. കാരണം സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് അതൊക്കെ. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യത്തിൽ നമ്മൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളതാണത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ കഴിഞ്ഞ തവണ കേരളത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു തുടർഭരണം അനുവദിക്കാൻ ജനങ്ങൾ ഇട നൽകിയതുകൂടി അതുപോലെ മഹാഭൂരിപക്ഷത്തോടു കൂടി 99 സീറ്റോട് കൂടിയിട്ട് ഒരു ഗവൺമെൻറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ ആളുകൾ തയ്യാറായത് ആളുകൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ്. വികസനത്തിലൊരു വിട്ടുവീഴ്ചയുമില്ല, കർക്കശമായി നടപ്പാക്കുക പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ഇത്രയധികം വികസിച്ചിട്ടുള്ളത്, ആരും അംഗീകരിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ കേന്ദ്രം പോലും പലപ്പോഴും അംഗീകരിക്കപ്പെട്ടില്ല, പക്ഷേ അത് തുറന്ന് സമ്മതിക്കാൻ തയ്യാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും 25 വർഷം പൂർത്തിയാക്കാൻ പോണ കിഫ്ബിക്ക് എല്ലാവിധ ആശംസകളും. കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാനും സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഒരു വലിയ പങ്കാളിത്തം വഹിക്കാനും കൂടെ കിഫ്ബിക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.